ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഭീമയിലാണ് കേട്ടോ. ഇത് പോത്തൻകോടുള്ള ഭീമയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങി അവിടെ താമസം മാറിയതിനു ശേഷം എന്തെങ്കിലും ഇതുപോലെ ഗോൾഡിൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ ഭീമയിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്താണത്. അപ്പോൾ ഒരു 4 വർഷമായിട്ട് നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവരുടെ ഒരു സ്കീമുണ്ടല്ലോ, മന്ത്ലി ക്യാഷ് കൊടുക്കണം, ആ ഒരു സ്കീമും ഉണ്ട് കേട്ടോ, അന്നോട്ടേ ഉണ്ട്. അപ്പോൾ അത് ഫിനിഷ് ആകുമ്പോൾ നമ്മൾ പുതിയ എന്തെങ്കിലും സാധനം വാങ്ങിക്കും. അങ്ങനെ അത് ഫിനിഷായി. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് 2-3 ഐറ്റം കൂടെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പുള്ളിക്കൊന്ന് കാത് കുത്തണമെന്ന്. അപ്പോൾ ഒരുപാട് നാളായിട്ട് പുള്ളി അങ്ങ് മാറ്റി മാറ്റി വയ്ക്കും. പിന്നെ എനിക്കെന്തെങ്കിലും സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പ്രാവശ്യം പുള്ളിയെ കൊണ്ടൊന്ന് കാത് കുത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, നമുക്കൊരു സ്റ്റഡ് അടിക്കാം, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ കുറേ സെലക്ട് ചെയ്തു. നമ്മൾ ഗോൾഡിൻ്റെ നോക്കി, പ്ലാറ്റിനം നോക്കി, ഡയമണ്ട് നോക്കി കേട്ടോ. അങ്ങനെ ഡയമണ്ട് ഒരു സെക്ഷനിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റഡ് ഉണ്ടായിരുന്നു. അതൊരു ഹൂപ്പ് മോഡലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ കറക്റ്റായിട്ട് അവിടുത്തെ ഒരു കമ്മലുണ്ടാവുമല്ലോ, അവരാദ്യം സ്റ്റഡ് അടിക്കുമ്പോൾ അതാണല്ലോ വയ്ക്കുന്നത്, അത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് നല്ല തട്ടുള്ള കാതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ളൊരു കാതാണ്, വലിയ കമ്മലൊന്നും ഇടാനോ പറ്റില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വലിയ കമ്മലിടാൻ. പക്ഷേ എന്ത് ചെയ്യാനോ, ഭയങ്കര കീറിപ്പോവും കാത്, എന്നാലും ഇടാറൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കാത് നല്ല തട്ടുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് റൗണ്ട് വരച്ചപ്പം എനിക്കൊരു സംശയം, ഇനി മറ്റേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അത് കയറുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആ കമ്മൽ എടുത്തിട്ട് വന്നിട്ട് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, ആ ഡോട്ട് ഇട്ടിരിക്കുന്നത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നോക്കിയപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ആ അളവ് കറക്റ്റാണെന്ന് മനസ്സിലായി. പുള്ളിക്ക് വലത്തെ കാത് കുത്താണമെന്നായിരുന്നു ആഗ്രഹം. ലെഫ്റ്റ് ഇയറിലാണ് എല്ലാവരും കുത്തുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലെഫ്റ്റ് ഇയറിൽ കുത്തിയിട്ടോ. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു മറ്റേ എക്സ്പ്രഷൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫോണൊക്കെ ഓണാക്കി നല്ല റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം എക്സ്പ്രഷൻ കിട്ടും എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് അടിച്ചപ്പോൾ എനിക്കാണ് എക്സ്പ്രഷൻ വന്നത്, പുള്ളിക്ക് ഒരു എക്സ്പ്രഷനും വന്നില്ല. അപ്പം ഞാൻ പിടിച്ച് നോക്കി വിഷമമൊന്നും ഇല്ലേ, എക്സ്പ്രഷനൊന്നും ഇല്ലേ, ഏതോ വേദന ഒന്നും ഇല്ലേന്നറിയാൻ വേണ്ടി ഞാൻ കുറേ നോക്കി. അപ്പോൾ പുള്ളി പറഞ്ഞു ചെറിയ വേദന ഉണ്ട്, വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് ഗൺഷോട്ടാണ് കേട്ടോ എളുപ്പം, മറ്റേട്ട് കുത്തി പൊളക്കുന്നതിനേക്കാളും നല്ലത് ഗൺഷോട്ടാണ്. അങ്ങനെ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോഴേ അതൊന്നും എടുക്കുന്നില്ല, ഇതൊന്ന് കരിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു കുറച്ച് ഐറ്റം കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ.